സർവേഷാം നമസ്കാരഃ. ഇന്ന് കരണകാരകത്തെക്കുറിച്ചിട്ടാണ് ക്ലാസ്. കരണകാരകം എന്ന് പറഞ്ഞാൽ തൃതീയ വിഭക്തിയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ തൃതീയ വിഭക്തി വരുന്നത് എന്നെല്ലാം നമുക്ക് പോകുന്ന വഴിയിൽ നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇനി എന്താണ് കരണം എന്ന് നമുക്ക് നോക്കാം. അതിനൊരു സൂത്രം താഴെയുണ്ട്. സാധകതമം കരണം എന്ന സൂത്രം കൊണ്ടാണ് കരണം എന്ന പദത്തെ വിശദീകരിക്കുന്നത്. എന്താ വിശദീകരണം നോക്കാം. ക്രിയാസിദ്ധൗ പ്രകൃഷ്ടോപകാരകം കാരകം കരണസംജ്ഞ സ്യാത്. ഇതിൻ്റെ അർത്ഥം ഒരു ക്രിയ ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ ഉണ്ടാവുന്നതിന് എന്താണോ കാരണമാകുന്നത് അത് കരണസംജ്ഞയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ക്രിയ ഉണ്ടാവുന്നതിന് ആവശ്യമായ വസ്തു ഏതാണോ അല്ലെങ്കിൽ ഉപകരണം ഏതാണോ അതാണ് കരണസംജ്ഞ, കരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്രിയ അല്ലെങ്കിൽ ക്രിയാപദം ആവണമെങ്കിൽ അത് കരണത്തിനു ശേഷമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അത് ഈ പറയുന്നതെല്ലാം ഉദാഹരണം കണ്ടു കഴിഞ്ഞാൽ വ്യക്തമാകും ഏതിനു ശേഷമാണ് ക്രിയ ഉണ്ടാകുന്നത് എന്ന കാര്യം വ്യക്തമാകും. ഓക്കെ, അപ്പോൾ എന്താണ് കരണം എന്ന് മനസ്സിലായല്ലോ. ഒരു ക്രിയ ഉണ്ടാകുന്നതിന് ആവശ്യമായ ഉപകരണം അത് കരണമാണ്. ഓക്കെ, ഇനി അടുത്ത സൂത്രം നോക്കിക്കേ. കർത്തൃകരണയോസ്തൃതീയ. കർത്തൃകരണയോഹോ തൃതീയ എന്നാണ് പദച്ഛേദം. ഇതൊരു സൂത്രമാണ്. എന്ത് സൂത്രമാണ്? നമ്മൾ കരണം എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. ആ കരണം തൃതീയ വിഭക്തി ആയിരിക്കുമെന്ന് മുകളിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ. ആ തൃതീയ വിഭക്തി വരാനുള്ള കാരണമാണ് ഇവിടെ കർത്തൃകരണയോസ്തൃതീയ. അപ്പോൾ കർത്ത കരണ എന്ന് പറഞ്ഞാൽ കർത്താവിലും കരണത്തിലും തൃതീയ വിഭക്തി ആയിരിക്കും എന്നാണ് ഇവിടെ സൂത്രാർത്ഥം. ഓക്കെ, അപ്പൊ ഇവിടെ കരണ എന്ന പദമുള്ളത് കൊണ്ട് ഈ പാണിനി സൂത്രപ്രകാരം അത് തൃതീയ വിഭക്തി ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ കരണകാരകം തൃതീയ വിഭക്തി എന്ന റൂള് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വിശദീകരണം അനഭിഹിതേ കർത്തരി കരണേച്ച തൃതീയ സ്യാദ്. അനഭിഹിതേ പറയപ്പെട്ടില്ലെങ്കിലും കർത്തരി കർത്താവിലും കരണേ കരണത്തിലും തൃതീയ ആകും അല്ലെങ്കിൽ ആവാം അല്ലെങ്കിൽ ആകണം. ഓക്കെ, പറയപ്പെട്ടില്ലെങ്കിലും കർത്താവിലും കരണത്തിലും തൃതീയ വിഭക്തി വരും. അപ്പോൾ കർത്താവിൻ്റെ കാര്യം നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം അത് കർമ്മണിപ്രയോഗവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കരണകാരകമായതുകൊണ്ട് കരണേ എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കരണേ തൃതീയ വിഭക്തി, കരണത്തിൽ തൃതീയ വിഭക്തി ഉണ്ടാകുമെന്ന് സൂത്രസഹിതം ഇവിടെ വിശദീകരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ. ഇനി ഉദാഹരണം നമുക്ക് നോക്കാം. ആദ്യത്തെ ഉദാഹരണം
വൃക്ഷം അസിന ചിനത്തി. വൃക്ഷത്തെ വാളുകൊണ്ട് മുറിക്കുന്നു. ഇതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ഇവിടുത്തെ ക്രിയ ഏതാണ്? സാധകതമം കരണം എന്ന സൂത്രം കൊണ്ട് നമുക്ക് വ്യക്തമാകണമെങ്കിൽ ഒരു ക്രിയ ഉണ്ടാവുന്നതിന് ആവശ്യമായ വസ്തു അല്ലെങ്കിൽ ഉപകരണം അത് കരണമാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ക്രിയ നമുക്ക് അറിയാം, ചിനത്തി അല്ലേ, മുറിക്കുന്നു. അപ്പോൾ മുറിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ രണ്ടാവുകയാണ്, രണ്ട് ഭാഗമാവുകയാണ്. എങ്ങനെ ആകുന്നു? അസിന അല്ലേ, വാളുകൊണ്ട് മുറിക്കുന്നു. അപ്പോൾ വാളുകൊണ്ട് ചെയ്തതിന് ശേഷമാണ് അവിടെ മുറിഞ്ഞു അല്ലെങ്കിൽ മുറിയുന്നു എന്ന ക്രിയാപദം അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വാൾ ആദ്യം പ്രയോഗിച്ചിട്ടാണ് അവിടെ അടുത്തത് ചിനത്തി മുറിയുന്നു അല്ലെങ്കിൽ മുറിഞ്ഞു എന്ന ക്രിയാപദം അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സാധകതമം കരണം എന്ന സൂത്രത്തിലൂടെ അസിന ചിനത്തി വാളുകൊണ്ട് മുറിക്കുന്നു അല്ലേ, വാളുകൊണ്ട് ചെയ്തതിനു ശേഷമാണ് അവിടെ മുറിവ് എന്ന അല്ലെങ്കിൽ മുറിക്കുന്നു എന്ന ക്രിയ അവിടെ ഉണ്ടാകുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അല്ലെങ്കിൽ അസിന എന്ന് പ്രയോഗിച്ച ശേഷം വേറെന്താ അവിടെ വരിക? അല്ലേ, വരില്ല. കാരണം വാളുകൊണ്ട് എന്താണോ ഉണ്ടാകാൻ പോകുന്നത് അത് അതിന് ശേഷം മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതാണ് ഇവിടെ ക്രിയാസിദ്ധൗ പ്രകൃഷ്ടോപകാരകം കാരകം കരണസപ്ഞ എന്ന് പറയുന്നത്. ഒരു ക്രിയ ഉണ്ടാകുന്നതിന് മുന്നേ അതിന് ഉപയോഗിക്കുന്ന വസ്തു അത് തൃതീയയിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ചിനത്തി എന്ന ക്രിയ ഉണ്ടാവുന്നതിന് മുന്നേ ഉള്ള കരണം, അതായത് അസി എന്ന ആ ശബ്ദം തൃതീയ വിഭക്തിയിൽ അത് കരണമാണ് അല്ലേ, വാളുകൊണ്ട്. അസി ശബ്ദത്തിൻ്റെ തൃതീയയാണ് അസീന. അത് കരണമായതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ അടുത്തത് അധ്യാപകഃ ദണ്ഡേന താടയതി. അധ്യാപകൻ വടികൊണ്ട് അടിക്കുന്നു അല്ലേ. ഇവിടെ അടിക്കുന്നു എന്ന ക്രിയ ഉണ്ടായിരിക്കുന്നതിന് മുന്നേ തന്നെ വടി എന്ന ഒരു കരണം അവിടെ ഉണ്ട്. വടി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ അടി എന്ന ക്രിയാപദം അവിടെ സംഭവിക്കുന്നുള്ളൂ അല്ലേ. വടി കൊണ്ട് അടിക്കുന്നു. അപ്പോൾ ആ താടയതി എന്ന ക്രിയ ഉണ്ടാകാനുള്ള കാരണം ദണ്ഡമാണ് അല്ലെങ്കിൽ ഉപകരണം ദണ്ഡമാണ്. ഓക്കെ, അതുപോലെ രാമഃ രാവണം ബാണേന ഹന്തി. രാമൻ രാവണനെ ബാണം കൊണ്ട് കൊല്ലുന്നു. അപ്പോൾ കൊല്ലുക എന്ന ക്രിയ സംഭവിക്കുന്നതിന് മുന്നേ ആ ക്രിയ ഉണ്ടാകാനുള്ള ഉപകരണം എന്താണ്? ബാണമാണ്. ആ ബാണം എന്താണ്? കരണമാണ്. ആ കരണം തൃതീയ വിഭക്തിയിൽ വരണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഹന്തി എന്ന ക്രിയയ്ക്ക് മുന്നേ തന്നെ കരണം എന്ന ആ ഒരു വസ്തു അവിടെ തൃതീയയിൽ വരുന്നുണ്ട്. ആ കരണത്തിനു ശേഷം മാത്രമേ ക്രിയ അവിടെ സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, അടുത്തത് ദീപം അഗ്നിശലാക്കയാ ജ്വാലയാമി. ദീപം അഗ്നിശലാക കൊണ്ട്, തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് ദീപത്തെ ജ്വലിപ്പിക്കുന്നു ഞാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ജ്വാലയാമി ജ്വലിപ്പിക്കുന്നു അല്ലേ.
എന്തുകൊണ്ട്? അഗ്നിക്ഷലാക്കയ, തീപ്പെട്ടിക്കൊള്ളിക്കൊണ്ടാണ് ദീപത്തെ ജ്വലിപ്പിക്കുന്നത് അല്ലെ. അപ്പോൾ ജ്വലനക്രിയ ഉണ്ടാകുന്നതിന് കാരണം അല്ലെങ്കിൽ കരണം തീപ്പെട്ടിക്കൊള്ളിയാണ്, അഗ്നിശലാക്കയാണ്. ഓക്കെ, അപ്പോൾ ജ്വാലനം എന്ന ക്രിയ സംഭവിക്കണമെങ്കിൽ അവിടെ കരണമായ അഗ്നിശലാക അവിടെ വേണം. അപ്പോൾ കരണത്തിന് ശേഷമേ ജ്വാലനം എന്ന ക്രിയ അവിടെ സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി അന്നം ദർവ്യാപരിവേഷയാമി, ചോറ് തവി കൊണ്ട് വിളമ്പുന്നു അല്ലേ. വിളമ്പുന്നു എന്ന ക്രിയ സംഭവിക്കണമെങ്കിൽ അവിടെ തവി എന്ന വസ്തു, കരണം അവിടെ ആവശ്യമാണ്. അപ്പോൾ ആ തവി കൊണ്ട് എന്ന കരണം കൊണ്ടാണ് പരിവേഷണം എന്ന ക്രിയ വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അങ്ങനെ കരണത്തിന് ശേഷം മാത്രമേ ക്രിയ അവിടെ സംഭവിക്കുന്നുള്ളൂ. ഇങ്ങനെയുള്ള അർത്ഥതലങ്ങളിലാണ് നമ്മൾ സാധകതമം കരണം എന്ന കരണസംജ്ഞ തൃതീയ വിഭക്തി ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ എൻ്റെ ഒരുപാട് മുന്നിലത്തെ ക്ലാസ്സുകളിൽ തൃതീയ വിഭക്തി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകളിൽ തൃതീയ വിഭക്തിക്ക് 5 മീനിങ്സ് വരുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരൊറ്റ മീനിങ്ങേ വരുന്നുള്ളൂ. ഇനി ബാക്കിയുള്ള മീനിങ്സ് എല്ലാം വരുന്നുണ്ട്, മറ്റേ പാണിനീയ ഭാഗങ്ങളിലുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരൊറ്റ മീനിങ്. ഓക്കെ, അപ്പോൾ എൻ്റെ പണ്ടത്തെ ക്ലാസ്സുകളിൽ 5 മീനിങ്സ് തൃതീയയിൽ വരുന്നുണ്ട്. കൊണ്ട്, ആല്, ഓട്, ഊടെ, ഹേതുവായിട്ട് എന്നിങ്ങനെ 5 മീനിങ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ക്ലാസ് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ക്ലാസ്സിൻ്റെ താഴെ ഞാൻ കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും എടുക്കാം. ഇത് പാണിനി സൂത്രത്തിലൂടെ തൃതീയ വിഭക്തി വിശദീകരിക്കുന്ന ഒരു ക്ലാസ്സാണ് ഇന്നത്തേത്. സിമ്പിളായിട്ടെങ്കിൽ സിമ്പിളായിട്ട്, അല്ലെങ്കിൽ പാണിനി സൂത്രത്തിലൂടെ, അങ്ങനെ ഏതാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് എടുക്കാം. പക്ഷേ ഏറ്റവും നല്ലത് എന്ന എൻ്റെ അനുഭവത്തിലൂടെ പറയണമെങ്കിൽ ഞാൻ പണ്ടത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള തൃതീയ വിഭക്തിയുടെ 5 മീനിങ്സ് കൊണ്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതാദ്യം പഠിച്ചതിന് ശേഷം ഈ സൂത്രത്തിലേക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, എങ്കിൽ ഇത് വേണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു അടിസ്ഥാനമുണ്ടെങ്കിൽ മാത്രമേ മുകളിലേക്ക് കെട്ടിടം പൊക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ പോകുന്ന സമയത്ത് ഏറ്റവും സിമ്പിളായ മാർഗം സ്വീകരിച്ചതിന് ശേഷം ഈ സാധകതമം കരണം കർത്തൃകരണയോസ് തൃതീയ എന്ന ആ ഒരു സൂത്രരൂപങ്ങൾ സ്വീകരിക്കൂ. ഓക്കെ, ധന്യവാദ.